തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിയുടെ വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യവകുപ്പ്. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ 4 അംഗ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി. അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിൽ തൃപ്തിയുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. അന്വേഷണ സംഘം എത്രയും വേഗം റിപ്പോർട്ട് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘമാണ്. ഇതിനകത്ത് നിങ്ങൾ തൃപ്തിയാണോ? വളരെ തൃപ്തികരമാണ്. അത് ഇത്രയും വേഗത്തിൽ ഗവൺമെൻറ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനും അന്വേഷണ കമ്മിറ്റി ഏർപ്പെടുത്തിയതിലും വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നേരിട്ട് വന്ന് അദ്ദേഹം എനിക്ക് എല്ലാ സപ്പോർട്ടും ഈ കാര്യത്തിനകത്ത് വാഗ്ദാനം ചെയ്തിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. മാത്രമല്ല ഫോൺ വഴി ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നിരവധി നേതാക്കളും നിരവധി ഉദ്യോഗസ്ഥരും എന്നെ ബന്ധപ്പെട്ട് ഈ പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിച്ചു തരാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ വളരെ താല്പര്യമുണ്ട്. എല്ലാ വിഷയങ്ങളും വിദഗ്ധ സമിതി അന്വേഷിച്ച് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നേടിത്തരാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രിൻസിപ്പളും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്ത് വീഴ്ചയുള്ളതടക്കം അന്വേഷിക്കും. എനിക്ക് അങ്ങനെ അവർക്കെതിരെ ഒരു അന്വേഷണം നടത്തണമെന്നോ അവരെ ഹർട്ട് ചെയ്യണമെന്നോ ഒന്നും എനിക്ക് താല്പര്യമില്ല. കാരണം അവരും ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരെല്ലാം അഡ്മിനിസ്ട്രേഷനിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ്. എന്നെപ്പോലെയുള്ള ഡോക്ടർമാരാണ് അവരും. അഡ്മിനിസ്ട്രേഷനെ പറ്റി യാതൊരു ബാലപാഠങ്ങളും അറിയാത്ത ആൾക്കാരാണ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജുകളിൽ. ഹെൽത്ത് സർവീസിലുള്ളതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ എന്നൊരു പോസ്റ്റ് DME സർവീസിലില്ല. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷനെ പറ്റി അവർക്ക് പുതുതായി ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു തരത്തിലുള്ള വിജ്ഞാനം ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യങ്ങളിൽ നടപടികൾ എടുക്കാനും അതിൽ തീരുമാനങ്ങൾ എടുക്കാനും പരിമിതികളും ഭയവും ഉണ്ടാവും. അത് തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇനി മേലാൽ അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള കേഡറുകളിൽ അഡ്മിനിസ്ട്രേഷൻ പരിചയമുള്ളവർക്ക് കൂടുതൽ റോള് കൊടുക്കുന്നത് നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഷിജോ കുര്യൻ, ഈ ഒരു അന്വേഷണ കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ഈ അന്വേഷണ സംഘം എന്താണ് അന്വേഷിക്കുക? അതേക്കുറിച്ചുള്ള ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം എന്താണ്? അജിംസ, നിലവിലൊരു 4 അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. എങ്ങനെ വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം പ്രധാനമായിട്ടും അന്വേഷിക്കുക. അതായത് ഉപകരണങ്ങൾ വാങ്ങുന്നതിനകത്തടക്കം എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം അന്വേഷിക്കും. HDSന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, തിരുവനന്തപുരം സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഈ പറയുന്ന അന്വേഷണ സംഘം അന്വേഷിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ തിരുവനന്തപുരം DCCയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അവരിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് വന്ന് തിരികെ സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് അല്പസമയത്തിനകം അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 4 അംഗ അന്വേഷണ സംഘം, ഒന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ അവിടുത്തെ നെഫ്രോളജി വിഭാഗം മേധാവി, അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ, അവിടുത്തെ യൂറോളജി വിഭാഗം മേധാവി, ഈ പറയുന്ന 4 പേരെയാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരോഗ്യവകുപ്പ് നിയോഗിച്ചിരിക്കുന്നത്. എത്രയും വേഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നമുക്ക് ഈ മെഡിക്കൽ കോളേജിൽ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടാൽ നിരവധി ആളുകൾ എല്ലാ ദിവസവും വന്നു പോകുന്ന ഒരു കേന്ദ്രമാണ് മെഡിക്കൽ കോളേജ്. മറ്റ് ആശുപത്രികളിൽ നിന്നടക്കം റെഫർ ചെയ്ത് വരുന്ന രോഗികളുണ്ട്. അവർക്ക് കൃത്യമായിട്ട് ചികിത്സ നൽകേണ്ടതാണ്. അവരെ ഇവിടുന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാതെ ചികിത്സ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വസ്തുത പുറം ലോകം അറിഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിലടക്കം എല്ലാം വിശദമായിട്ടുള്ള അന്വേഷണം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടക്കും. എന്തായാലും ഈ ഒരു വിഷയം പ്രതിപക്ഷം വലിയ ആയുധമാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് തിരുവനന്തപുരം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നു വരികയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് ഇപ്പോൾ സൂപ്രണ്ട് ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്തായാലും അന്വേഷണ സംഘത്തെ നിയോഗിച്ച കാര്യത്തിനടക്കം തനിക്ക് വലിയ തൃപ്തിയുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർ ഹാരിസ് ചിറക്കൽ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. തനിക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്. എത്രയും വേഗം അന്വേഷണം നടത്തി എല്ലാ കാര്യങ്ങളും കണ്ടെത്തണം എന്നുള്ള കാര്യമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ രാവിലെ പറഞ്ഞത്.
അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് സൂപ്രണ്ടും പ്രിൻസിപ്പളും ഈ പറയുന്ന ആളുകൾക്കൊന്നും വളരെ കൃത്യമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള ബാലപാഠം പോലും അറിയില്ല. അപ്പോൾ അവരെ ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് താൻ പോകുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഹാരിസ് ചിറക്കൽ എന്ന് പറഞ്ഞത്. എന്തായാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. വലിയ പ്രതിഷേധം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തെ രാഷ്ട്രീയമാക്കി ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസ് തീർക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ഒരു ഒറ്റപ്പെട്ട വിഷയമല്ല. എല്ലാ മെഡിക്കൽ കോളേജിലും സമാനമായ രീതിയിലുള്ള വലിയ പ്രതിഷേധ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കം പറഞ്ഞിരുന്നു. എന്തായാലും ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കിയെടുത്തുകൊണ്ട് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസ് കടക്കുന്നത്. അജിബ്സ്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങി അതിൽ തൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ്.